തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വൻ ലഹരിവേട്ട. ആറ്റിങ്ങലിൽ 1.25 കിലോ MDMA പിടികൂടി. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിനുള്ളിലെ ഈന്തപ്പഴ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചാണ് MDMA കടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്. വലിയൊരു ക്യാച്ചാണല്ലോ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ എങ്ങനെയായിരുന്നു ഈ സംഭവം? ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അത്ഭുതമുണ്ടാക്കുന്ന, ഒരുപക്ഷെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയധികം ബോധവൽക്കരണവും ഇത്രയധികം കടുത്ത നടപടികളും ഉണ്ടായിട്ടും ഇപ്പോഴും കേരളത്തിനുള്ളിലേക്ക് MDMA പോലുള്ള രാസലഹരി കടന്നു വരുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ലഹരി വേട്ടയാണ് രാജ്യത്ത് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 1.25 കിലോ രാസലഹരി MDMA ആണ് ആറ്റിങ്ങലിൽ കല്ലമ്പലത്ത് വെച്ച് ഡാൻസ് ഓഫ് ടീം, റൂറൽ ഡാൻസ് ഓഫ് ടീം പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശികളായിട്ടുള്ള 4 പേർ ഇപ്പോൾ ഡാൻസ് ഓഫ് ടീമിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിദേശത്ത് നിന്ന് സഞ്ജു അതുപോലെ തന്നെ നന്ദു എന്നിവർ എത്തുന്നു. ഇവർ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന രാസലഹരി MDMA ആണ്. ഏകദേശം 5 കോടിയോളം രൂപ വിലമതിപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇവർ ഈ രാസലഹരി പുറത്തെത്തിച്ചത് എങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി അന്വേഷിക്കേണ്ടത്. ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിയ ഇവർ 2 വാഹനങ്ങൾ അവിടെ നിന്ന് വാടകയ്ക്കെടുക്കുന്നു. ഒരു ഇന്നോവ കാറും ഒരു പിക്കപ്പ് വാനും. ഇതിൽ ഈ ലഗേജുകളെല്ലാം തന്നെ പിക്കപ്പ് വാനിലും ഇവർ 2 പേർ ഇന്നോവ കാറിലും. ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പ്രവീൺ അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന മറ്റ് 2 പേർ, ഇവരും ഈ വാഹനത്തിൽ കല്ലമ്പലത്തേക്ക് വരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് തന്നെ ഇവരെ ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഈ രാസലഹരി കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നില്ല. അതുകൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവരെ പിന്തുടർന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് കല്ലമ്പലം ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും ഓവർടേക്ക് ചെയ്ത് വാഹനം കൈകാണിക്കുന്നു. നിർത്തുന്നില്ല. നിർത്താതെ പോയ വാഹനത്തിന് പിന്നാലെ ഈ ഡാൻസ് ഓഫ് ടീം സഞ്ചരിച്ചെത്തിയാണ് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഇവരെ പിടികൂടുന്നത്. ഇപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ഇവരെ പിടികൂടി പരിശോധിക്കുമ്പോഴാണ് ഈ പിക്കപ്പ് വാനിന് ഉള്ളിലുണ്ടായിരുന്ന ലഗേജുകൾ, ആ ലഗേജിന് ഉള്ളിലുണ്ടായിരുന്ന ഈന്തപ്പഴ ബോക്സ്, ആ ഈന്തപ്പഴ ബോക്സിനുള്ളിലാണ് ഈ രാസലഹരി രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ആറ്റിങ്ങൽ DYSPക്ക് ഇവരെ കൈമാറുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ക്യാമ്പയിനുകളാണ് നടക്കുന്നത്, വലിയ നടപടിക്രമങ്ങളാണ് സംസ്ഥാനത്ത് പോലീസ് നടത്തുന്നത്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ കല്ലമ്പലത്ത് വെച്ച് ഈ 1.25 കിലോ MDMA പിടികൂടിയിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 15 ലിറ്റർ വിദേശ മദ്യവും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ 2 പേർ നേരത്തെയും ഇത്തരത്തിലുള്ള സമാന കേസുകളിൽ ഡാൻസ് ഓഫ് ടീമും പോലീസും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ജയിൽവാസം അനുഭവിച്ചവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇത്തരം രാസലഹരികൾ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ശിക്ഷ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഈ ശിക്ഷ അനുഭവിച്ചവർ തന്നെയാണ് വീണ്ടും ഇത്തരം കൃത്യത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനി പോലീസ് അന്വേഷിക്കുന്നത്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു, ഒപ്പം ആരിൽ നിന്ന് വാങ്ങി? എന്തായാലും കച്ചവടത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് ഈ രാസലഹരി എത്തിച്ചത്. പക്ഷേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് എത്തിച്ചു, ആരുടെയെങ്കിലും സഹായം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. SKN. റിനു ശ്രീധർ ആണ് നമുക്കൊപ്പം ചേർന്ന്. ആറ്റിങ്ങലിൽ ഇത്രയധികം രാസലഹരി പിടിച്ചു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഗൗരവത്തോടെ കാണണം. ഇപ്പോഴും കേരളത്തിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒരു വൻ ലഹരിവേട്ട തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കർക്കശമായ നടപടികൾക്ക് എക്സൈസും സംസ്ഥാന പോലീസും സ്വീകരിച്ചിട്ടും ആളുകൾക്ക് കേരളത്തിലേക്ക് ഇതൊക്കെ കടത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ യഥാവിധമായ ശ്രദ്ധ വേണം. നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, SKN 40യുടെ 1ാം ഘട്ടത്തിൽ കേരളത്തിലുടനീളം ഒരു വലിയ അവബോധം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പല ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെക്കുറിച്ചും നമ്മൾ സർക്കാരിന് അറിവ് കൊടുത്തു. ചിലയിടങ്ങളിലൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട്. പല ആൾക്കാരും പോലീസ് കസ്റ്റഡിയിലാണ്. ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. SKN 2ാം ഘട്ടം, SKN 40യുടെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ജ്യോതിർഗമയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ തത്സമയ പരിപാടി ഉണ്ടാകും. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ബോധവൽക്കരണം വളരെ മാസീവായി നടത്താനുള്ള യത്നത്തിൻ്റെ ഭാഗമാണ് SKN 40യുടെ 2ാം ഘട്ടം ആരംഭിക്കുക. വളരെ വിദഗ്ധന്മാരും ഡോക്ടേഴ്സും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഈ മയക്കുമരുന്നിൽ നിന്ന് രക്ഷ നേടിയ ആളുകളും
ഒരുപാട് അമ്മമാരും ഒക്കെ പങ്കെടുക്കുന്ന ചലച്ചിത്രങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. 6-7 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും സഹകരണത്തോടെ തന്നെയാണ് ഈ പരിപാടി നമ്മൾ അവതരിപ്പിക്കുക. ഒരുപക്ഷേ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കേരളത്തിൽ ഇതിൻ്റെ തായ്വേരിറക്കാൻ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. SKN40 രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. ജ്യോതിർഗമയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ തന്നെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം നമുക്ക് വേണം. പ്രതിപക്ഷ നേതാവിനെയും ഈ പരിപാടിയിൽ നമ്മൾ പങ്കെടുപ്പിക്കും. കാരണം ഇത് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം കേരളത്തിൻ്റെ പ്രശ്നമാണ്. ഇത് രാസലഹരിക്കാരും മറ്റുള്ള ഇങ്ങനെയുള്ള മയക്കുമരുന്നും കേരളത്തിലേക്ക് കടത്തുന്ന ആളുകൾക്ക് വിശ്രമം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ഒരു അവബോധം ആളുകളിൽ ഉണ്ടാക്കണം.